നമസ്കാരം, എല്ലാവർക്കും ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള മധുചേട്ടൻ്റെ ശ്രീമംഗലം അക്വാ ഫാമിലെ കാഴ്ചകളുമായിട്ടാണ്. ഏകദേശം 20 വർഷത്തേക്കുള്ളായിട്ട് മത്സ്യകൃഷി ചെയ്യുന്ന ആളാണ് മധുചേട്ടൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മധുചേട്ടൻ്റെ 20 വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ തുടക്കക്കാരെ മത്സ്യകൃഷിയിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ പറ്റിയൊരു ഫാം കൂടിയാണ് ഈ ഒരു ശ്രീമംഗലം അക്വാ ഫാം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഫാമിൻ്റെ ഓണറായ മധുചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സുധൻ എന്നാണ് എൻ്റെ പേര്. പിന്നെ ഞാൻ ഒരു 20 വർഷമായിട്ട് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിലല്ലായിരുന്നു. ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഞാൻ ചെറിയ രീതിക്ക് മത്സ്യകൃഷി നേരത്തെ മുതൽ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു എൻ്റെ ഫീൽഡ്. ഞാൻ നേരത്തെ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഒരുപാട് കാലം ജോലി ചെയ്യുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യകൃഷിയിലാണ് പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ വീടിൻ്റെ അവിടെ നേരത്തെ മുതൽ അക്വാഫോണിക്സ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ വലിയ യൂണിറ്റ് വീട്ടിലുണ്ടാക്കുകയും ഞാൻ മത്സ്യകൃഷി നടത്തി. ശരിക്കും 6 മാസം കൊണ്ട് 2200 കിലോ മത്സ്യത്തിനെ 4000 മത്സ്യത്തിനെ ഇടുകയും അത് ഗിഫ്റ്റ് തിലോപ്പിയാണ് ഇട്ടത്. 2200 കിലോ ഒന്നും മത്സ്യത്തിനെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ സാധിച്ചു. പിന്നീട് അക്വാഫോണിക്സിൻ്റെ ഒരുപാട് യൂണിറ്റുകൾ ഞാൻ പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് ചെയ്തു കൊടുക്കുകയുണ്ടായി. പത്തനംതിട്ട ജില്ലയിലും പുറത്തുമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് വലിയ യൂണിറ്റുകളാണ് ചെയ്തിട്ടുള്ളൂ, ചെറിയ യൂണിറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഫിഷറീസിൻ്റെ വർക്കുകൾ ഡിപ്പാർട്ട്മെൻറ്റ് കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തെന്മല, പന്നിവരിച്ചിറ ഫിഷ് ഫാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫീൽഡിൽ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പം അതിന് ശേഷമാണ് ഞാൻ വൈഫിനെ ജോലിക്ക് വിടാൻ പോകുന്ന സമയത്ത് കുഴിക്കാലായിൽ മുല്ലശ്ശേരി ചിറ എന്ന് പറയുന്നൊരു ചിറ ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് കണ്ട്. അപ്പോൾ അതിനകത്ത് പുല്ലും മറ്റ് സാധനങ്ങളും പിന്നെ ആഫ്രിക്കൻ പായലെല്ലാം കയറി നിറഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ദിവസവും പോകുമ്പോൾ ഇത് കാണും. എന്നാലും ഇത്രയും നല്ലൊരു കുളത്തിൻ്റെ സാധ്യത ഇങ്ങനെ നഷ്ടപ്പെട്ട് കിടക്കുന്നുവല്ലോ എന്ന് വിചാരിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൻ്റെ ആണെന്നറിയുകയും പഞ്ചായത്തുകാരോട് ബന്ധപ്പെടുകയും എന്നിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ലിങ്ക് ചെയ്തിട്ട് ഡയറക്ടർ വന്ന് കണ്ട് ഇത് നമ്മൾ ലീസിനെടുക്കാനുള്ള സംവിധാനം റെഡിയാക്കി. അപ്പോൾ അങ്ങനെ ലീസിനെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട് ലീസിനെടുത്തിട്ട്. ആദ്യത്തെ ഒരു കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് തിലോപ്പിയാണ് കൃഷി ചെയ്തത്. അത് സാധാരണ ഉള്ളതിൽ നല്ലതുപോലെ തൂക്കം വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് 6 മാസം കൊണ്ട് 1.5 കിലോ വരെ തൂക്കം ഗിഫ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വളർച്ച കിട്ടിയായിരുന്നു നമുക്ക്. അത് ഈ കൃഷി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ പാലിക്കുന്നുവോ അതുപോലെ കുറേ കാര്യങ്ങൾ ഈ മത്സ്യകൃഷിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കുളമൊരുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങായിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലമൊരുക്കുക, കൃഷിക്ക് നിലമൊരുക്കുന്ന അതുപോലെ തന്നെയാണ് മത്സ്യകൃഷിയുടെ കുളമൊരുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ ഈ കുളം വറ്റിച്ച് അതിനകത്തെ കള മത്സ്യങ്ങളെല്ലാം നീക്കം ചെയ്ത് അതിനുശേഷം കുമ്മായം വിതറി അതിനെ ഒരു കുറച്ച് ദിവസം ഇട്ടതിന് ശേഷം ഇതിനകത്ത് നമുക്ക് പ്ലവങ്ങൾ ഉണ്ടാക്കാൻ, സൂക്ഷ്മജീവികൾ ഉണ്ടാക്കാൻ ചാണകവും യൂറിയയും കൂടെ ആഡ് ചെയ്തിട്ട് സൂക്ഷ്മജീവികളെ ഉണ്ടാക്കിയതിന് ശേഷമാണ് മത്സ്യത്തിനെ നമ്മൾ ഇതിനകത്ത് വിടുകയും അതിന് വളർച്ച നല്ലതായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അത് ആഹാരം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മജീവികളാണ് മത്സ്യത്തിൻ്റെ ശരിക്കുള്ള ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ച് അതിന് ശേഷം നമ്മൾ കുളത്തിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിടുകയും അന്നേരം പിന്നെ വെള്ളത്തിൻ്റെ pH ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിക്കാറുണ്ട്. നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് വിടാറുണ്ട്. നമ്മൾ ഫാമുകൾ ഒരുപാട് മത്സ്യ ഫാമുകൾ ഒരുപാട് പത്തനംതിട്ട ജില്ലയിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു കുറേ ഐഡിയാസ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുല്ലശ്ശേരി കൃഷി ചെയ്യാൻ നടന്നിട്ടുണ്ട്. ഇതിപ്പം എത്ര ഏക്കറിലാണ് ഈ ഒരു കുളം നിൽക്കുന്നത്? ഇത് 6 ഏക്കർ 67 സെന്റ് ഉണ്ട് അല്ലാണ് കുളം നിൽക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ മീൻ വെറൈറ്റീസിനാണ് സാർ നിക്ഷേപിച്ചത്? ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഗിഫ്റ്റ് തിലോപ്പിയാണ്. പക്ഷേങ്കിൽ നാടൻ മത്സ്യങ്ങൾ വാഹ, വരാല്, കല്ലേമുട്ടി, കാരി ഈ മത്സ്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അത് നമ്മളതിനെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനെ സെലക്ട് ചെയ്ത് 3-4 പാർട്ടായിട്ട് തിരിച്ച് കൃഷി ചെയ്യണമെന്നുള്ള ഐഡിയയിലാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ.
സാർ ഇപ്പം എവിടെ നിന്നാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ഫാമിലേക്ക് എത്തിക്കുന്നത്? നമ്മുടെ ഫാമിൽ ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ടുള്ള കുഞ്ഞുങ്ങളെ വല്ലാർപാടത്ത് നിന്നാണ് ഓടുന്നത്. വിജയവാഡയിൽ സർക്കാരിൻ്റെ രാജീവ് ഗാന്ധി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ടാക്കിയ ഗിഫ്റ്റ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ ഒറിജിനലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇവിടെ കൊണ്ടിട്ടത്. അത് നല്ല രീതിയിൽ വളരുകയും 1,600 1,800 വരെ തൂക്കം ഒരു മത്സ്യത്തിന്, ശരാശരി ഒരു മത്സ്യം 1 കിലോയിൽ മേളിൽ തൂക്കം വയ്ക്കുകയുണ്ടായി. അത് 60,000 കുഞ്ഞുങ്ങളെയായിരുന്നു ഇട്ടത്. ഇതിനകത്ത് ഈ വാഹവരാലൊക്കെ ഉള്ളതുകൊണ്ട് കുറേ മത്സ്യങ്ങളെ അതുങ്ങൾ തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ട് പറ്റിച്ച് ഇതുങ്ങളെ റിമൂവ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ ചിറയുടെ ഉണ്ടായിരുന്നത്. ഈ ചിറ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അനാഥമായി കിടന്നൊരു ചിറയാണ്. ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഈ ചിറയെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പശുവിൻ്റെ അസ്ഥികൂടം വരെ ഇതിനകത്ത് നിന്ന് ഞങ്ങൾ എടുത്ത് കളയേണ്ടതായിട്ട് വന്നു. അതുപോലെ കിടന്ന വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതിന് ഇത് ക്ലീൻ ചെയ്യാൻ ഒരു ഭയങ്കര എഫേർട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കിയാണ് ഇതിനകത്ത് പായലും വേസ്റ്റ് നീക്കം ചെയ്തത്. നീക്കം ചെയ്യാനൊരു ശരിക്കും ഒരു 6-7 മാസം തുടർച്ചയായിട്ട് മെനക്കെട്ടതിന് ശേഷമാണ് ഒരു മീൻ കൃഷി ചെയ്യാൻ വെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു കുളത്തിലോട്ടുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? വെള്ളം നാച്ചുറൽ സോഴ്സാണ്. വെള്ളത്തിന് വരുന്ന 2 എൻട്രൻസ് ഉണ്ട്. പോകുന്ന ഒരു എൻട്രൻസ് കൂടെ ഉള്ളൂ. ആ 2 എൻട്രൻസ് സീൽ ചെയ്തിരിക്കുകയാണ്, നെറ്റ് അടിച്ചിരിക്കുകയാണ്. അതൊരു വെള്ളം ഇന്നിലോട്ട് വരും, പുറത്തോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരു സാധനവും അകത്തോട്ട് കയറാതിരിക്കാനുള്ള സൈഡെല്ലാം നെറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ നെറ്റ് ഇരുമ്പ് നെറ്റും കൂടെ ചേർത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പുറത്തുനിന്ന് ഒരു ജീവി പോലും അകത്ത് കയറത്തില്ല, അകത്ത് കയറുന്ന ഒരു ജീവി പോലും പുറത്തോട്ടും പോകത്തില്ല. അതേ അവസ്ഥയിലാണ് ചെയ്തിട്ടുള്ളത്. സാർ, മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതിന് ശേഷം എത്ര മാസം കഴിഞ്ഞാണ് ഇതിന്റെ വിൽപ്പന ആരംഭിക്കുന്നത്? ഈ ഗിഫ്റ്റ് തിലോപ്പിയ പോലുള്ള മത്സ്യങ്ങൾ, ഈ മത്സ്യകൃഷിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്സ്യകൃഷി എന്ന് പറയുന്നത് നമ്മൾ മറ്റ് വാഴ കൃഷി ചെയ്യുമ്പോൾ ആണെങ്കിൽ ആ വാഴ 8 മാസം കൊണ്ട് കുളിക്കുന്ന വാഴയുണ്ട്, 12 മാസം കൊണ്ട് കുളിക്കുന്ന വാഴയുണ്ട്, 18 മാസം കൊണ്ട് വളർച്ച ഇതെത്തുന്ന വാഴയുണ്ട്, ഏത്തവാഴയുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മീൻ കൃഷി എന്ന് പറയുന്ന ഒരു അറിഞ്ഞ് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അത് മീൻ കൃഷി എന്ന് പറയുന്നത് 6 മാസം കൊണ്ട് മെച്ചൂറാവുന്ന മീനുണ്ട്, 8 മാസം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്, 1 വർഷമുണ്ട്, 5 വർഷമുണ്ട്. അത് പല ടൈപ്പുണ്ട്. അതിപ്പോൾ സാധാ ടൈപ്പ് എന്ന് പറയുന്നത് തിലോപ്പിയ പോലുള്ള കല്ലേമുട്ടി പോലുള്ള മത്സ്യങ്ങളാണെങ്കിൽ 6 മാസം കൊണ്ട് അത് മെച്ചൂറാവും. ഗിഫ്റ്റ് തിലോപ്പിയ എന്ന് പറയുന്ന മത്സ്യമാണെങ്കിൽ 6 മാസം കൊണ്ട് 1 കിലോ വരെ തൂക്കം, 1/2 കിലോയ്ക്ക് മുകളിൽ 1 കിലോ വരെ തൂക്കം വയ്ക്കും. അപ്പോൾ അതിൽ 1000 മത്സ്യത്തിന് ഇടുകയാണെങ്കിൽ 500 കിലോ മീനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ സ്ഥാനത്ത് കരിമീൻ എന്ന് പറയുന്ന മീനാണെങ്കിൽ നല്ല മീനാണ്, സംഭവം നല്ലതാണ്, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എങ്കിൽ കരിമീൻ എന്ന് പറയുന്ന മീന് ഒരു 400 ഗ്രാം തൂക്കം വെക്കണമെങ്കിൽ 1.5 വർഷം എടുക്കും. കരിമീന് പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ pH ഘടന കറക്റ്റ് അല്ല എങ്കിൽ അത് ചത്തുപോകുന്നൊരു കുഴപ്പമുണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഇച്ചിരി പ്രയാസമാണ് കരിമീന്. വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്ന 7.5 നിന്നൊരു ശകലം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കരിമീൻ ഡാമേജ് കിട്ടും. ആ സ്ഥാനത്ത് ഗിഫ്റ്റ് തിലോപ്പിയ ആണെങ്കിൽ, അല്ല തിലോപ്പിയ ടൈപ്പ് മത്സ്യങ്ങളോ കല്ലേമുട്ടിയോ ഇങ്ങനെയുള്ള മത്സ്യങ്ങളാണെങ്കിൽ അതിനാണെങ്കിൽ pH എന്ന് പറയുന്നത് ഒരു 6 മുതൽ 9 വരെയുള്ള വേരിയേഷൻസ് അതിന് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മത്സ്യങ്ങളായിരിക്കും കൂടുതൽ വളർത്താൻ, ഒരു കർഷകൻ വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഈ അറിഞ്ഞിട്ട് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല. ഇല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചുമ്മാ കൊണ്ട് മീനെ ഇട്ടു, അത് എന്താണെന്ന് അറിയാതെ മീനെ ഇട്ട് കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട തീറ്റി എന്താണ്, എത്ര കാലം കൊണ്ട് അത് വളരും, ഏത് രീതിയിൽ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാൻ തയ്യാറാകാവൂ. ചേട്ടനിപ്പോൾ ഗിഫ്റ്റ് തിലോപ്പിയുടെ കാര്യം പറഞ്ഞു. ഇത് ഇപ്പോൾ 6.5 ഏക്കറാണ്. ഇതിനകത്ത് നമുക്ക് മാക്സിമം എത്ര സീഡ് വരെ നിക്ഷേപിക്കാൻ പറ്റും? ഈ 6.5 ഏക്കറിനകത്ത് ശരിക്കും ഒരു 1 ലക്ഷം കുഞ്ഞുങ്ങളെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് 500 സെൻറ്റിൻ്റെ സ്കീമായിരുന്നു തന്നത് ആദ്യം ചെയ്തിരുന്നത്. അത് പക്ഷെങ്കിൽ അവർ പിന്നെ വെട്ടി കുറച്ച് 400 സെൻറ്റിൻ്റെ സ്കീമാക്കി. എന്നിട്ട് 50,000 കുഞ്ഞുങ്ങളെയാണ് 52,000 കുഞ്ഞുങ്ങളെയാണ് നമുക്ക് തന്നത്, ഗിഫ്റ്റ് തിലോപ്പിയ തന്നത്. പക്ഷെങ്കിൽ 52,000 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് തീരെ കുറവാണ്. ഒരു 1.5 ലക്ഷം കുഞ്ഞുങ്ങളെങ്കിലും ഏതെങ്കിലും മാത്രമേ വരത്തുള്ളൂ. അത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ പരിമിതികളുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്ന ഓഫീസർമാരുണ്ടെങ്കിൽ അവർ നമുക്ക് നല്ല സപ്പോർട്ട് തരും. പക്ഷെങ്കിൽ നമുക്ക് ശരിക്കുള്ള സപ്പോർട്ട് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ശരിക്കുള്ള സപ്പോർട്ട് കിട്ടാറില്ല. അവർ ഇവിടെയുള്ള മറ്റുള്ള കർഷകർക്ക് ആർക്കുമേ കിട്ടാറില്ല. അതിനൊക്കെ പ്രത്യേകം എന്ന് പറയുന്നത്
ഞാനിതിൻ്റെ ഈ മത്സ്യകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ ശരിക്കും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയുണ്ട്. അപ്പോൾ കേരളം നല്ലതായിട്ട് റൺ ചെയ്യുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ എല്ലാ കർഷകരുമായിട്ടും നമ്മൾ സാധാരണ എപ്പോഴും ബന്ധപ്പെടാറുള്ളതാണ്. അപ്പോൾ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്, എപ്പോഴും അറിയുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും ഈ ഒഫീഷ്യൽ തലത്തിൽ എത്തിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഇത് അറിയുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ശരിയായ രീതിയിലുള്ള പ്രവർത്തനം അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ അവർ കുറേ കൂടെ ചെയ്യാമായിരുന്നു. നേരത്തെ ഉള്ള ഓഫീസർമാർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ പക്ഷേ അത്ര കറക്റ്റല്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇവിടെ ഞാൻ കൃഷി ചെയ്ത് ഡിസംബർ മാസമായിരുന്നു, ഡിസംബർ 26-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ വിളവെടുപ്പുത്സവം വെച്ചത്. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പക്ഷെങ്കിൽ ആ ചടങ്ങിൽ പോലും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. അങ്ങനെ ഒരു ന്യൂനത ഉണ്ട്. അത് ഒരു മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ഒരു ഫിഷറീസിൻ്റെ ഓഫീസർ പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അത് അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർഷകർക്കെല്ലാം ഒരുപാട് ഇഷ്യൂസ് ആ വഴിക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ അത് സംഘടനയിലുള്ളതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞത് മാത്രം അതിനെക്കുറിച്ച്. ഇത് ഗവൺമെന്റിന്റെ സ്ഥലം ലീസിനെടുത്താൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് അല്ല, നമുക്ക് എന്തെങ്കിലും സബ്സിഡി അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഈ ഒരു മത്സ്യകൃഷി? ഇത് ശരിക്കും ഗിഫ്റ്റ് ഇൻ പോണ്ട് എന്ന് പറയുന്ന സ്കീമിൽ കയറിയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനായിരുന്നു 500 സെൻറ്റിൻ്റെ സ്കീം ഇട്ടത്. പക്ഷേ 400 സെൻറ്റ് സ്കീമാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നുള്ളൂ. നേരത്തെ അതായിരുന്നു പറഞ്ഞിരുന്നത്, തരുമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് എന്നിട്ട് ഇതിന് ട്രെയിനിങ് തരികയും ആ ട്രെയിനിങ്ങിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ തരികയും ചെയ്തു. എന്നിട്ട് ഈ ഒഫീഷ്യൽ തലത്തിൽ മീറ്റിങ്ങുകൾ വെക്കുമ്പോൾ ഇവരെല്ലാം പറയുന്നുണ്ട് വലിയ എമൗണ്ട് സബ്സിഡി തരും, 40% അങ്ങനെ തരും, ഇങ്ങനെ തരും. പക്ഷെങ്കിൽ ഈ സബ്സിഡി തന്നപ്പോൾ ആ പറയുന്ന എമൗണ്ട് തന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. അത് എന്തോ ഒഫീഷ്യൽ തലത്തിൽ അതിനൊരു ചെറിയ മെല്ലെപ്പോക്ക് നയമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഗിഫ്റ്റിന് ഏതെല്ലാം രീതിയിലുള്ള തീറ്റകളാണ് നൽകുന്നത്? ഈ മത്സ്യ കൃഷിയുടെ കാര്യം ആദ്യം ഞാൻ പറഞ്ഞില്ല. മത്സ്യകൃഷി, മത്സ്യത്തിന് ഏത് മത്സ്യമാണെന്ന് അറിഞ്ഞ് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കുഞ്ഞായിരിക്കും മുതൽ ഇതിന് സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചാണകം കലക്കി അതിൽ യൂറിയ ആഡ് ചെയ്തിട്ട് സൂക്ഷ്മജീവികൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ. ആ സമയത്തിന് ചെറിയ ഈ സൂക്ഷ്മജീവികളിനകത്ത് ഉണ്ടാവുകയും അതിനെ ഭക്ഷിച്ച് അതിന് നല്ല സ്ട്രോങ് ആകും, നല്ല എനർജി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ പ്രോട്ടീൻ കൂടിയ കൂടുതൽ ഗ്രോവലിൻ്റെ തീറ്റകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പ്രോട്ടീൻ കൂടിയ തീറ്റകളാണ് ആദ്യം കൊടുക്കുന്നത്. അതിന് കുഞ്ഞുങ്ങളെ നേഴ്സറിക്കകത്തിട്ട് അതിനെ വളർത്തി ഒരു പരുവാക്കിയതിന് ശേഷമാണ് കുളത്തിലോട്ട് ഇറക്കി വിടുന്നത്. അതിനുശേഷം വളർച്ചയുടെ അനുസരിച്ച് അതിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 3% തീറ്റ നമ്മൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാറുണ്ട്. എത്ര നേരം ഫീഡ് ചെയ്യുന്നത്? 3 തവണ ഫീഡ് ചെയ്യും. ഇതിനെ കുളം ഇത്ര വൈഡായിട്ട് വലുതായതുകൊണ്ട് നമ്മൾ ജങ്കാറെ പോയി എല്ലാ ഏരിയയിലും പിന്നെ തീറ്റ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതിനുള്ള എയറേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. നാച്ചുറൽ പോണ്ടിൽ എയറേഷൻ്റെ ആവശ്യം വരുന്നുണ്ടോ? നാച്ചുറൽ പോണ്ടിൽ ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എണ്ണം തിക്കായി കഴിയുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറയുന്നതെന്ന് പറയുന്നത് പകൽ സമയം സൂര്യപ്രകാശം ഉള്ള സമയങ്ങളിൽ ഓക്സിജൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ ഒരു 4 മണിക്കും ഒരു രാവിലെ ഒരു 7-8 മണിക്കും ഇടയ്ക്ക് വെള്ളത്തിനകത്ത് ഓക്സിജൻ കുറവായിരിക്കും. ആ സമയത്ത് മത്സ്യങ്ങളെല്ലാം മേളിൽ വന്ന് ഓക്സിജൻ എടുക്കുന്നതായിട്ട് കാണാം. അതിന് നമ്മൾ ഫെഡറൽ ടൈപ്പ് എയറേറ്റർ ഉണ്ട്, അടിയിൽ കൂടെ പമ്പ് ചെയ്യുന്ന എയറേറ്റർ, അങ്ങനെ എയറേറ്റർ സംവിധാനങ്ങളെല്ലാം നമ്മളോട് ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഫാമിലെ മത്സ്യത്തിൻ്റെ വിപണന രീതികൾ എങ്ങനെയുള്ളതാണ്? വിപണനമാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സംഭവം. അതിന് ശരിക്കും സർക്കാരിൻ്റെ ഒരുപാട് സ്കീമുകൾ ഉള്ളതാണ്. ആ സ്കീം ഉണ്ടെന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് മത്സ്യോൽപ്പന്നങ്ങൾ പിന്നെ ചെയ്യാനുള്ള സംവിധാനത്തിന് സർക്കാർ പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിവിടെ ശരിക്കും ഞാൻ ജില്ലാ പഞ്ചായത്തിൽ ആസൂത്രണ ബോർഡിൽ അംഗമാണ്. അപ്പോൾ ഞാൻ 3 തവണ, അപ്പോൾ 3ാമത്തെ തവണയാണ് വീണ്ടും വെച്ചിരിക്കുന്നത്. 3 തവണ ഞാൻ ഈ റെഡി ടു ഈറ്റ് ഈ ഫുഡ് പ്രോഡക്ട്സിൻ്റെ സംഭവം ചെയ്യാനായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഏകോപിപ്പിച്ചെങ്കിൽ മാത്രമേ ഇത് 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ്. അതിനകത്ത് പിന്നെ 3 ലക്ഷം രൂപ സർക്കാരിൻ്റെ ഉണ്ട്, ബാക്കി കുടുംബശ്രീക്കാണ് അതിൻ്റെ
ഇതിൽ വരുന്ന 20 പേർക്ക് തൊഴിൽ കിട്ടുന്ന സംഭവമാണ്. അതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സംഭവങ്ങളൊന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രീതിയിൽ ഈ പ്രശ്നം കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്രാവശ്യവും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ വർഷമെങ്കിലും അത് നടക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തിന് ശരിക്കുള്ള വില കിട്ടാറില്ല. അത് വില കിട്ടാത്തതിന് കാരണം ഈ മാർക്കറ്റ് അറിയാമല്ലോ. ഈ കച്ചവടക്കാരെന്ന് പറയുമ്പോൾ അവർ മാക്സിമം ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. കാരണം കർഷകൻ ഇത്രയും നാൾ നോക്കിയിരുന്നു പ്രളയവും ഈ പറയുന്ന pH-ൻ്റെ വേരിയേഷനും ഇതിൻ്റെ എല്ലാം മറ്റ് ജീവികളിൽ നിന്നൊക്കെ രക്ഷിച്ച് ഇതിനെ വളർത്തി ഈ പരുവാക്കി എടുക്കാൻ ഒരുപാട് മെനക്കെടുന്നുണ്ട്. പക്ഷെ ആ മെനക്കെടുന്നതിൻ്റെ അനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടാനുള്ളൊരവസരമായിരുന്നു ഈ പറഞ്ഞ ഈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ മത്സ്യ ഉൽപ്പന്നങ്ങളുടെ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്, സർക്കാരിൻ്റെ രീതിയിൽ യൂണിറ്റിൻ്റെ ഇതിൽ സംഭവം പറഞ്ഞു. അത് പക്ഷേ നടന്നിരുന്നെങ്കിൽ കർഷകർക്ക് മാക്സിമം വില കിട്ടുകയും ഈ മത്സ്യങ്ങളെല്ലാം കർഷകരുടെ മത്സ്യങ്ങളെല്ലാം സ്വീകരിക്കുകയും അതിവിടെ ചെയ്തിട്ട് അപ്പോൾ തന്നെ കഴിക്കുന്ന പരുവത്തിലും പാചകം ചെയ്യാനുള്ള പരുവത്തിലും അപ്പോൾ തന്നെ റെഡി ടു ഈറ്റ് റെഡി ടു കുക്ക് ആ രീതിയിൽ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം ആക്കിയെങ്കിൽ മാത്രമേ ഈ കർഷകർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് കർഷകർ എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ രജിസ്റ്റർ ചെയ്യാത്തതിന് ഒരുപാട് കർഷകരുണ്ട്. എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൃഷിയെ മാക്സിമം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നിട്ട് കർഷകർക്ക് മാക്സിമം നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം. ഒരാൾ ഒരു കൃഷി ചെയ്യുന്നതിന് മുന്നേ അത് എന്താണ്, കൃഷി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കണം. അപ്പോൾ അവന് മാക്സിമം ഒരു കാലായിൽ വാഴ വെച്ച് അതിൻ്റെ ആദായം കിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ആദായം അവന് വിൽക്കത്തക്കുള്ള ആദായം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ മീൻ കൃഷി ചെയ്യുന്നത് അത് തന്നെയാണ്. സാധാരണ എല്ലാ കർഷകരും ആവശ്യത്തിൽ വലിയ ലാഭമുണ്ട് എന്ന് പറഞ്ഞിട്ട് മത്സ്യത്തിനെ കൊണ്ടിട്ടിട്ട് അവർക്കറിയത്തില്ല ഇത് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒന്നീ പ്രളയം വന്നു പോകും, അല്ലെങ്കിൽ മറ്റ് ജീവികൾ തിന്നും. അതുകൂടാതെ ഇതിൻ്റെ വെള്ളത്തിലെ pH-ൻ്റെയും അമോണിയയുടെയും ഒക്കെ ഘടകത്തിൻ്റെ വേരിയേഷൻസ് വെച്ച് കുറേ ചത്തുപോകും. അങ്ങനെ അവസാനം പിടിക്കാൻ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. ആ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതിൽ ബെറ്ററായിട്ട് ഇതെങ്ങനെ ഏത് രീതിയിൽ കൃഷി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിനെ കൃഷി ചെയ്യുമ്പോൾ ഏത് മത്സ്യത്തിനെ കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, എന്ത് തീറ്റ കൊടുക്കണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ മാക്സിമം ലാഭം ഉണ്ടാക്കാവുന്ന ഒരു ഫീൽഡാണ് മത്സ്യകൃഷി എന്ന് പറയുന്നത്. ആ മാക്സിമം എന്ന് പറഞ്ഞാൽ സാധാരണ കൃഷിയൊക്കെയാണ്. സാധാരണ നമ്മൾ കൃഷി ചെയ്താൽ കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു ശതമാനം ആദ്യത്തിൽ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു കൃഷിയാണ് മത്സ്യകൃഷി. പക്ഷെങ്കിൽ അത് അറിഞ്ഞ് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ അതിൽ പ്രയോജനം വരത്തുള്ളൂ. അതാണ് പറയുന്നത്. അത് ഏത് സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ പാടുതാക്കുളമാവാം, അല്ലെങ്കിൽ അല്ലാതുള്ള മൺകുളങ്ങളാവാം, സിമെൻറ്റ് കുളങ്ങളാവും. ഈ സിമെൻറ്റ് കുളങ്ങൾ കൃഷി ചെയ്യുന്നതിന് വളരെ കെയറായിട്ട് കൃഷി ചെയ്തെങ്കിൽ മാത്രമേ മത്സ്യം ശരിയായ രീതിയിൽ വളർന്നു കിട്ടത്തുള്ളൂ. ഈ സിമെൻറ്റ് ആദ്യമേ കൃഷി ചെയ്യുന്ന സിമെൻറ്റിൻ്റെ ചൂട് ഉണ്ട് വെള്ളത്തിൽ. അപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ മത്സ്യത്തിന് ആവാസ വ്യവസ്ഥ കറക്റ്റ് ഇപ്പോൾ മാത്രമേ അവൻ വളർച്ച കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു കുറേ മീനുകളെ കൊണ്ടിട്ട് ഇപ്പോൾ നമ്മൾ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് അതിന് വളർച്ച തീരെ കുറവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്ന മത്സ്യം ഒരു 500 മത്സ്യത്തിനെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഏരിയ സാധാരണ ഒരു ഇത്ര ലിറ്റർ വെള്ളത്തിനകത്ത് അല്ല ഇത്ര വലുപ്പമുള്ള കുളത്തിനകത്ത് എത്ര മീനെ ഇടാം, അത് അതിന് എത്ര ഏരിയ വേണം, ഒരു മത്സ്യത്തിന് എത്ര ഏരിയ വേണം, അത് കണക്കാക്കിയിട്ട് വേണം മത്സ്യത്തിനെ നിക്ഷേപിക്കാൻ. അത് എന്നിട്ട് വേണം അതിനെ വളർത്താൻ. അല്ലാതെ നമ്മളൊരു കുളത്തിനകത്ത് കുറച്ച് വലുപ്പമുള്ളൂ, അതിനകത്ത് കൊണ്ടുവന്ന് ആയിരക്കണക്കിന് മത്സ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്പേസ് കിട്ടത്തില്ല, തീറ്റ കിട്ടത്തില്ല. അതുപോലെ ഇടുന്ന മത്സ്യം ഈ പ്രജനനം നടക്കുന്ന മത്സ്യങ്ങളെ വളർത്തി കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഉദാഹരണം തിലോപ്പിയ തന്നെ, ഇപ്പോൾ ഗിഫ്റ്റ് തിലോപ്പിയുടെ കാര്യം പറഞ്ഞാൽ തിലോപ്പിയ സാധാ തിലോപ്പിയാണ് 3 മാസം ആകുമ്പോൾ, കുഞ്ഞ് വളർന്ന് 3 മാസം ആകുമ്പോൾ ബ്രീഡിങ് നടക്കും. അപ്പോൾ നമ്മൾ 500 മത്സ്യത്തിനാണ് ഇട്ടെങ്കിൽ അത് ഒരെണ്ണം ബ്രീഡാകുമ്പോൾ 500 കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനകത്ത് പിന്നെ സ്പേസ് ഇല്ലാതെ വരും. അപ്പോൾ അതറിയാം ഒരു മീനും വളരത്തില്ല, നമുക്കൊട്ട് പ്രയോജനപ്പെടുത്തില്ല. അപ്പോൾ അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ വളർത്തണമെങ്കിൽ അതിനെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല എനർജറ്റിക് ആയിരുന്നെങ്കിൽ മാത്രമേ അതിന് വലുപ്പം വയ്ക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ഗിഫ്റ്റ് തിലോപ്പിയ എന്ന് പറയുന്ന മത്സ്യമാണെങ്കിൽ മാക്സിമം വലുപ്പം വയ്ക്കുന്ന മത്സ്യമാണ് 6 മാസം. അതിന് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലുപ്പം വയ്ക്കുന്ന വേറൊരു മത്സ്യവും ഇല്ല. പല കർഷകർക്കും മറ്റുള്ള ഇതിനെ കൊടുത്ത് പറ്റിക്കപ്പെട്ടായിട്ട് കേട്ടിട്ടുണ്ട്. അതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഗിഫ്റ്റ് തിലോപ്പിയ എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലോപ്പിയാണ്. ഈ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലോപ്പിയ എന്ന് പറയുന്നത് ഈ നൈലോട്ടിക്ക ഫിഷിൻ്റെ
നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള തൂക്കം വയ്ക്കുന്ന മത്സ്യങ്ങളെ മാത്രം എടുത്ത് അത് ബ്രീഡ് ചെയ്യിച്ചിട്ട് അതിന് ഒരു സ്പെഷ്യൽ ഹോർമോൺ കൊടുത്ത് അതിനെ ആൺമത്സ്യം ആക്കുന്നതാണ് പ്രോസസ് എന്ന് പറയുന്നത്. അത് ഉണ്ടായി 3-ാമത്തെ ദിവസം മുതൽ ഇതിന് ഈ ഹോർമോൺ ആഡ് ചെയ്തിട്ടാണ് അതിനെ ഈ രീതിയിലാക്കുന്നത്. അത് 16 ദിവസം ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ആ പ്രോസസ്സിന് നല്ല ചിലവുള്ളതുകൊണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതിനനുസരിച്ച് പൈസ ആവുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടുള്ളൂ. വിജയവാഡയിൽ സർക്കാരിൻ്റെ രാജീവ് ഗാന്ധി ഫിഷറീസ് റിസർച്ച് സെൻ്ററിൻ്റെ അണ്ടറിലുണ്ട്. അത് കൂടാതെ തൃശ്ശൂർ ഒരു പ്രൈവറ്റ് ഹാച്ചറിക്ക് ഇപ്പോൾ സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ 3ാമത് വരാൻ പോകുന്നത് പന്നിവലിച്ചിറ ഫിഷ് ഫാമിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീർന്നിട്ടില്ല. ഇത്രയുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ മറ്റുള്ള ഈ പ്രൈവറ്റ് ഏജൻസികളെല്ലാം ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരെണ്ണം പോലും ഗിഫ്റ്റല്ല. അത് സർക്കാരിൻ്റെ സ്കീമിൽ ഇപ്രാവശ്യം ഒരുപാട് മറിപ്പ് നടന്നിട്ടുണ്ട്. ഈ മത്സ്യങ്ങളെ പുറത്തുള്ള ഈ സാധാ തിലോപ്പിയ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഗിഫ്റ്റ് എന്നും പറഞ്ഞ് സർക്കാർ കൊടുത്തു. അല്ലാതെ ഇവിടെ അല്ലാതുള്ള രീതിയിലുള്ള ആൾക്കാരൊക്കെ കളിപ്പിക്കുന്നത് കൂടാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര കളിപ്പീര് വന്നിട്ടുണ്ട്. അതിനെതിരെ ഒരുപാട് പരാതികൾ മന്ത്രിക്കും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കറക്റ്റ് ഉറപ്പുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അത് പലയിടത്തു നിന്നുള്ള പ്രൈവറ്റ് ഹാച്ചറിക്കാരെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് ചെയ്തത്. അതിനകത്ത് വൻ അഴിമതി നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതെന്താണെന്ന് അന്വേഷിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും സംഭവം നടന്നിട്ടുണ്ട്. പുതിയതായിട്ടൊരു കർഷകൻ മത്സ്യകൃഷിയിലോട്ട് ഇറങ്ങുമ്പോൾ ഏത് രീതിയിൽ കുളം നിർമ്മിക്കുന്നതായിരിക്കും നല്ലത്? ഈ കുളം നിർമ്മിക്കുന്നത് പല രീതിയിൽ നിർമ്മിക്കാം. നാച്ചുറൽ പോണ്ട്, നാച്ചുറൽ സോഴ്സ് ഉള്ളതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സോഴ്സായി കിട്ടണമെന്നില്ല. എന്ന് പറഞ്ഞാൽ വെള്ളം നാച്ചുറൽ സോഴ്സ് ആണ് എപ്പോഴും ബെറ്റർ. പിന്നീട് ബയോഫ്ലോക്ക് ഉണ്ട്. അതിനകത്ത് പടുതാക്കുളങ്ങളാണ്. ബയോഫ്ലോക്കിനും അക്വാഫോണിക്സിനും പടുതാക്കുളങ്ങളാണ് ബെറ്റർ. അല്ലാതുള്ള സിമെൻറ്റ് കുളങ്ങളൊന്നും ഈ ബയോഫ്ലോക്ക് ചെയ്യാനും പിന്നെ അക്വാഫോണിക്സ് ചെയ്യാനും പറ്റുകയല്ലെന്നല്ല. അതുകൊണ്ട് പ്രയോജനം വരത്തില്ല. ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവത്തില്ല. ശരിക്കും പടുതാക്കുളം ആകുമ്പം പ്ലാസ്റ്റിക്കാണ്. അതിനകത്ത് അധികം മാലിന്യങ്ങൾ അടിഞ്ഞു കൂടത്തില്ല. അപ്പം നല്ല രീതിയിൽ നമുക്ക് ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പടുതാക്കുളമാണോ? ലോ കോസ്റ്റ് ചെയ്യാവുന്ന പടുതാക്കുളം. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ സംസാരിക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെള്ളവും വേണ്ട സ്ഥലവും വേണ്ട മീൻ കൃഷി ചെയ്യാം. ഇപ്പം അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലമില്ലാതെ കൃഷി ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാമല്ലോ. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരാൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ടാങ്ക് വാങ്ങിച്ച് വെക്കുക, മഴവെള്ളം സംഭരിക്കുക. ഇതിൽ മഴവെള്ളം സംഭരിച്ചിട്ട് ആ മഴവെള്ളത്തിൻ്റെ pH-ഉം അതിൻ്റെ ഘടനയെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് മീനെ വളർത്താം. എന്നിട്ട് വളർത്തുന്ന ആ വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും ഫിൽട്രേഷൻ സംവിധാനം ചെയ്യാൻ പറ്റും. ഫിൽട്രേഷൻ സംവിധാനം 2-3 രീതിയിലുള്ള ഫിൽട്ടർ ചെയ്യാം. ഒന്ന് അക്വാപോണിക്സ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യാം. എന്നിട്ട് പച്ചക്കറിയെ കൊണ്ട് വേസ്റ്റുകൾ റിമൂവ് ചെയ്യിപ്പിക്കാം. പച്ചക്കറി വളരുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ വെള്ളം അതിന് വേരിൽ എത്തിച്ചു കൊടുത്താൽ മതി. അതിന് ഹൈഡ്രോപോണിക്സ് എന്നാണ് പറയുന്നത്. ഈ വേരുകളിൽ നമ്മൾ ഇതെത്തിച്ചു കൊടുത്തിട്ട് ആ ചെടി ആ വേസ്റ്റ് വലിച്ചെടുത്ത് അമോണിയ വലിച്ചെടുത്തിട്ട് കൃഷി നടത്താൻ പറ്റും. അത് ഇപ്പം നല്ല പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പിന്നെ ബയോ ഫിൽട്ടർ ചെയ്യാം, ബയോളജിക്കൽ ഫിൽട്ടർ ചെയ്യാം. ബയോ ഫിൽട്ടർ എന്ന് പറയുന്നത് 2-3 രീതിയിൽ ബോളുകളിട്ട് അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് സെൽ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യാൻ പറ്റും. SWRI സെൽ ഫിൽട്ടർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ സ്പോഞ്ച് വെച്ച് അതിൻ്റെ വേസ്റ്റുകൾ അതാത് സമയങ്ങളിൽ റിമൂവ് ചെയ്യാനുള്ള സൗകര്യം. എല്ലാ ദിവസവും ഇതിനകത്ത് സോളിഡ് വേസ്റ്റ് റിമൂവ് ചെയ്യാനും ആഴ്ചയിലൊരിക്കൽ ബാക്കിയുള്ള വേസ്റ്റ് ക്ലീൻ ചെയ്യാനും ഒക്കെ ചെയ്യാൻ ഇതിൻ്റെ സംവിധാനമാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന സംഭവമാണ്. അപ്പോൾ ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ പ്ലാസ്റ്റിക് ടാങ്കുകളിലൊക്കെ ആണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പടുതാക്കുളങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇതിന് അകത്തുണ്ടാകുന്ന വേസ്റ്റ് ഇപ്പോൾ നമ്മൾ മീൻ വളരണമെന്നുണ്ടെങ്കിൽ തീറ്റ കൊടുക്കണമല്ലോ. തീറ്റ കൊടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, അത് അമോണിയ. ആ സാധനത്തിന് റിമൂവ് ചെയ്യാൻ നമ്മൾ ശരിയായ രീതിയിൽ ആ സംവിധാനം ചെയ്തെങ്കിൽ മാത്രമേ മത്സ്യം വളരത്തുള്ളൂ. ഇല്ല മത്സ്യം വളർന്നില്ല നമുക്ക് പ്രയോജനപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതിന് മത്സ്യം വളർത്തുമ്പോൾ ആ സംഭവം കറക്റ്റ് ആവണം. അതിൻ്റെ ഫിൽട്രേഷൻ സംവിധാനം കറക്റ്റ് ചെയ്യണം. അതിനാ 3 രീതിയിലുള്ള സംഭവം എന്ന് പറയുന്നത്. പിന്നെ ബയോഫ്ലോക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് അത് പക്ഷേങ്കിൽ ലാഭകരമാണ് സംഭവം. പക്ഷെങ്കിൽ അത് കറക്റ്റ് ആയി പോയില്ല എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് നമുക്ക് ഭയങ്കര ലോസ് ആയിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് നോക്കേണ്ടതായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ pH മുതൽ അമോണിയ മുതൽ ഈ വെള്ളത്തിൻ്റെ ഘടന മുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മീനെ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് ഇതിന് കൊടുക്കുന്ന ഫീഡ്, നമ്മൾ കൊടുക്കുന്ന തീറ്റ, ആ തീറ്റയിൽ നിന്നുണ്ടാകുന്ന വിസർജ്യം വീണ്ടും തീറ്റയാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ ബാക്ടീരിയ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും,
സീറോ എഫക്റ്റ് ആയിരിക്കും, സീറോ നഷ്ടമായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ നഷ്ടം ഉണ്ടാവത്തില്ല. ഈ കൊടുക്കുന്ന തീറ്റ പൂർണ്ണമായിട്ടും മത്സ്യങ്ങളിൽ എത്തും. മറ്റേ നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന പോണ്ടുകളിലാണെങ്കിൽ അതിൻ്റെ 40% കൂടുതൽ മീനിലേക്ക് എത്തത്തില്ല. ബാക്കിയുള്ളതെല്ലാം വേസ്റ്റായിട്ടാണ് പോകുക. അപ്പോൾ ആ വേസ്റ്റ് പോകുന്നത് തിരിച്ച് പോവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ സാധാരണ നാച്ചുറൽ പോണ്ടുകളാണെങ്കിൽ ഈ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേറെ സംവിധാനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അമോണിയ ഓട്ടോമാറ്റിക്കായിട്ട് ഫോമി പിടിച്ചെടുത്തിട്ട് അതങ്ങ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മറ്റേ പടുതാക്കുളങ്ങളിൽ പക്ഷേ അത് റിമൂവ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തെങ്കിൽ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് നൂതന കൃഷികളുണ്ട്. പെൻ പാക്ക് മുതൽ പെൻ പാക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, ബയോഫ്ലോക്ക് ഉണ്ട്, ഇതുണ്ട്, വേറെ കുറേ സംഭവങ്ങൾ നൂതനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതൊക്കെ പ്രവൃത്തിയിൽ വരും എന്ന് പ്രതീക്ഷിക്കാം.